NCERTയുടെ പാഠപുസ്തകത്തിൽ ഇനി ടിപ്പു ഇല്ല. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രതിഭാസമായ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിരോധം നടത്തിയ ആദ്യഘട്ട പോരാളികളിൽ ഒരാളാണ്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന 4 യുദ്ധങ്ങൾ ചരിത്രപരമാണ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ഇതിൽ ടിപ്പു 2-3 യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു വീരമൃത്യു വരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പോയിട്ട് പോലും സ്വന്തം മണ്ണ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ഇന്ത്യയിൽ പിന്നീട് നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും ഒരു പ്രചോദനമായിരുന്നു. ആ ടിപ്പുവിനെയാണ് ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാൻ ഒരുങ്ങുന്നത്. ഇതിനു മുന്നേ ഉണ്ടായ കുറച്ച് സംഭവങ്ങളെ കൂട്ടി വായിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം NCERT ഔറംഗസീബും അക്ബറും ബാബറും ഉൾപ്പെടെയുള്ള മുഗൾ രാജാക്കന്മാരെ ക്രൂരന്മാരും കൊലപാതകികളുമാക്കി അവതരിപ്പിച്ച് പുസ്തകങ്ങൾ പരിഷ്കരിച്ചിരുന്നു. ക്രൂരതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതീകമായിട്ടാണ് അക്ബറിനെ പുസ്തകങ്ങളിൽ അവതരിപ്പിച്ചിരുന്നത്. മറാത്ത രാജാവ് ഛത്രപതി ശിവാജിയെ മികച്ച തന്ത്രജ്ഞനും കാഴ്ചപ്പാടുള്ള വ്യക്തിയായും വിശേഷിപ്പിച്ചിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ കൂട്ടുപിടിച്ച് പാഠപുസ്തകങ്ങളെ മാറ്റി എഴുതുന്ന സംഘപരിവാറിന് ഈ രാജ്യത്തിൻ്റെ മഹത്തായ ചരിത്രം മാറ്റി എഴുതും. ഒരേ സമയം മുസ്ലിം നേതൃത്വങ്ങളെ മാറ്റി എഴുതി മറ്റുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന ഈ കഷ്ടപ്പാടിലൂടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ രാഷ്ട്രപിതാവിൻ്റെ പേര് പോലും അവർക്ക് വേണ്ട രീതിയിൽ മാറ്റിവെക്കപ്പെടും. ഈ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തെ പ്രസക്തമായ അന്വേഷണങ്ങളിൽ നിന്നും വ്യാജ ഐതിഹ്യ രചനകളിലേക്ക് തള്ളിവിടുന്ന നടപടികളാണ്. കുട്ടികളിൽ ചരിത്രത്തെക്കുറിച്ചുള്ള സംശയമല്ല, സത്യസന്ധവും കൃത്യവുമായ ബോധ്യമാണ് വളർത്തേണ്ടത്. ഞങ്ങൾ പറയുന്നത് മാത്രം പഠിച്ചാൽ മതിയെന്ന് പറയുന്ന ഭരണകൂടമാണെങ്കിൽ ശൂന്യത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഒരു തലമുറയായിരിക്കും. ടിപ്പു സുൽത്താനെ മറക്കുന്നത് നമ്മുടെ പോരാട്ടങ്ങളെ കൂടെ സ്വയം മറക്കുന്നത് പോലെയാണ്.